ആ അതുപോലത്തെ ഒന്നും ഇവിടെ കിട്ടൂല. ഇവിടെ ഈ കടലിൽ നിന്ന് കിട്ടണ കണ്ടില്ലേ ചെറുത്, അതേ ഇവിടെ കിട്ടുള്ളൂ. ദൈവമേ, ഞങ്ങളുടെ അവിടെ എന്ത് മാത്രം ഉണ്ടെന്നറിയാം, ഇഷ്ടം പോലെ ഉണ്ട് ഞണ്ട്. ആ അതെങ്ങനെ വെക്കും അപ്പൊ ഇത്? കൊടമ്പുളി ഭയങ്കര ടേസ്റ്റ് ആയിരിക്കുമല്ലേ? നല്ല ടേസ്റ്റ് ആണ്. അത് ഫ്രൈ ആക്കണം, സൂപ്പറാണ്. കൊടംപുളിയൊക്കെ ഇട്ട്. അതെ, കൊടമ്പുളിയുടെ അതിനകത്ത് മസാലയൊക്കെ ഇട്ട് നല്ല ഫ്രൈ ആക്കും, നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഇന്നലെ ഉണ്ടായിരുന്നു? ഇന്നലെ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. ഓ എന്താ രാവിലെ തന്നെ ഞണ്ടിന്റെ കഥ പറഞ്ഞു കൊടുക്കണേ? എന്റെ പൊന്ന് കനക, ആലപ്പുഴയിലെ ഞണ്ടാണ് ഞണ്ട്. റാണിയുടെ വീട്ടിലേ ഇന്നലെ ഞണ്ട് കറിയായിരുന്നു. അവളുടെ കെട്ടിയാൻ വെള്ളമാണെങ്കിലും ഞണ്ടൊക്കെ മേടിച്ചോണ്ട് വരും. അത് വെച്ച കഥ പറയണായിരുന്നു. നാവില് വെള്ളം ഊറിയിട്ട് പാടില്ല. ഓ സൂപ്പർ കറിയാണ്ട. നിനക്ക് ഓർമ്മയില്ല അന്ന് നമ്മള് ഇവിടെ പോയപ്പോ ബണ്ട് റോഡില്ല, എവിടെയാണ്? ആ ചങ്ങനാശ്ശേരി പോണ വഴി. അയ്യോ ചങ്ങനാശ്ശേരിക്ക് പോണ റോഡിലോട്ട് കയറിയിട്ട് ആ ബണ്ട് റോഡ് കഴിഞ്ഞ തൊട്ടപ്പുറത്ത് പോയണ്ടല്ലോ ഒരു കള്ള് ഷാപ്പ്. അതന്നെയാണ്. ആ അവിടെ ഞണ്ടും തവളയും എല്ലാം കിട്ടും. നല്ല ഒരു പോക്ക് പോണോട്ടാ നമുക്ക്. ആ ഞണ്ട് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നല്ലോ. സൂപ്പർ അല്ലേ അവിടുത്തെ ഞണ്ട് കറി എന്ന് പറഞ്ഞാൽ പിടുത്തം വിട്ടു പോകും. ഈ ഞണ്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴപ്പോ അത് തിന്നാൻ കൊതിയായല്ലോ. ഇവിടെ ഇരുന്ന് കൊതിച്ചിട്ട് എന്തായാലും ഇവിടെ കിട്ടൂല. എന്തേലും നുണ പറഞ്ഞാൽ നമുക്ക് വിടാവാണ്. നമ്മുടെ മാർക്കറ്റ് കിട്ടില്ല ഞണ്ട്. നമ്മുടെ മാർക്കറ്റിലൊന്നും ആജാതി ഞണ്ട് കിട്ടൂലെന്ന്. പോയി നോക്കാന്ന് എന്തേലും കിട്ടിയാലോ. നീ ഒരു കാര്യം ചെയ്യും, ഞാൻ നിന്റെ അടുത്ത് കുറച്ച് ഞണ്ട് വാങ്ങിച്ചു തരും. നീ അത് വീട്ടിൽ കൊണ്ടുപോയിട്ട് നന്നായിട്ട് വെച്ചിട്ട് എനിക്ക് കൊണ്ടുത്തരാവില്ലേ? എൻ്റെ വീട്ടില ആ പോർക്കിനൊന്നും ഇത് വെക്കാൻ അറിഞ്ഞൂടെന്ന്. വെറുതെ അത് വരലിട്ട് ഇടിച്ച് നശിപ്പിച്ച് കളയും. വെക്കൂല ഇവളൊന്നും. എന്നാ പിന്നെ ജമന്തിക്കൊക്കെ അറിയോ ചോദിച്ചാലോ? ജമന്തിക്കൊന്നും അറിയാൻ പറ്റൂല. ഞണ്ട് വെണ്ടക്ക വെച്ചാൽ തെറ്റിപ്പോണ ആളാണ്. ആ അതെ ജമന്തി. എന്തറിയോ, കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ട്. ആ ഞങ്ങളിപ്പോ മാർക്കറ്റിൽ നിൽക്കണേ. ഞണ്ട് ഞണ്ട് മാർക്കറ്റില് ഞണ്ട്. അപ്പൊ അത് നിനക്ക് വെക്കാൻ അറിയുമെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ പിന്നെ അത് വേറെ ആർക്കെങ്കിലും കൊടുക്കാം. എന്താ വേണ്ടത് അറിയോ? അല്ല അറിയുമെങ്കിലും മതി കേട്ടോ, അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാം. എങ്ങനെ കൊടുത്താലും ഒരു 100-500 ഉറുപ്പിക കിട്ടും. അല്ലെങ്കിൽ പിന്നെ ഫാസിലിന് കൊടുക്കാം. അവന് കൊടുക്കണ്ടാന്നോ? ഓക്കെ ആ എന്നാ കൊണ്ടുതരാം. അപ്പളേ അത് വൃത്തിയായിട്ട് വെക്കണട്ടാ. നാളികേരൊക്കെ അരച്ച് നല്ല കൊടംപുളിയൊക്കെ ഇട്ടിട്ട്. ആ ശരി ഓക്കെ. ഇതറിയാം. ഒത്ത് അവൾക്കറിയാന്ന്. അത് ശരി. ഇവളെന്തൂള നായരാണ്. അപ്പൊ എവിടുന്ന് കിട്ടും ഞണ്ട്? ഞണ്ട് നല്ല ഞണ്ട് കിട്ടണമെങ്കിൽ ആലപ്പുഴ പോണം. അല്ലാന്ന് എവിടെയും പോയി നോക്കാം, നല്ല കിട്ടിയത് വാങ്ങാന്ന്. നമ്മുടെ ഇവിടെ മോശം കിട്ടുള്ളൂ. നീ ചെറുത് അത് മതിയാ? അല്ലടാ, ഉള്ളതിന് വലുത് വാങ്ങാം. എന്തൊരു സൗകര്യമാണ് തോന്നണത്. അപ്പൊ തന്നെ മേടിച്ചുണ്ടാക്കി തിന്നു. അല്ലാതെ പിന്നെ പോവാ. ഞണ്ട് ജമന്തി വാ ജമന്തി വാ. നോക്ക്, നല്ല അസലിയാണ്ടാ. അത് കിട്ടി. അതല്ലേ ഞാൻ പറഞ്ഞത്. അതെ, നന്നായിട്ട് കറി വയ്ക്കും ചെയ്യും, വറക്കും ചെയ്യും. സാമ്പാർ വെച്ചോ, അതിനെന്താ കുഴപ്പം? നന്നായിട്ടൊക്കെ വെക്കണട്ടാ. അറിയോ നിനക്ക്? പിന്നെ അതെന്താ അങ്ങനെ ഇരിക്കണേ? അപ്പൊ ഞാനും വാസലുണ്ടാവും ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ. നന്നായിട്ട് വെക്കാനറിയാമോ? നേരെ വെക്കും. കളിയാക്കല്ലേ? ആ ഞണ്ട് കറി ഉണ്ടെങ്കിൽ 2 കറി വേണ്ടെന്നാ കാരണന്മാര് പറയാറ്. ഇത് നേരെ വെക്കണട്ടാ. പോട്ടെ ഇങ്ങനെ ഇരിക്കണേ? ഇതിപ്പോ എങ്ങനെ നന്നാക്ക? ഭയങ്കര പഠിപ്പാണല്ലോ. അമ്മ എവിടെ? വന്നേ. ഓ ഭയങ്കര ഇമ്പോസിഷൻ അല്ലേ? ഇമ്പോസിഷനോ? ഒന്ന് തെറ്റിപ്പോയി. എന്ത് ചെയ്യായിരുന്നു? ഡാൻസ് കളിക്കായിരുന്നു അടുക്കളയിൽ. അതല്ല, ഉറുമ്പൊക്കെ കയറി പോണു.
പിന്നെ ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഞണ്ട് കഴിച്ചിട്ടുണ്ടോ? പിന്നെ ഞണ്ട് കഴിക്കാത്ത ആരാളുള്ളത്? ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ട്. പണ്ട് ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും മേടിക്കുമായിരുന്നു ഞണ്ട്, കൂന്തല്, കക്കർച്ചി, അങ്ങനെ സ്രാവ്, എന്തൊക്കെ സാധനങ്ങളാ. സ്രാവ് തന്നിട്ടില്ല. നീ എവിടെ ജനിച്ചു വളർന്നെന്റെ മോളെ? ഇതൊക്കെ അമ്മ ഉണ്ടാക്കോ? അമ്മ ഉണ്ടാക്കുമെന്ന ഞാൻ ഉണ്ടാക്കുമല്ലോ. അപ്പൊ അറിയാമോ? ഇത്ര വലിയ സംഗതി ഒന്നുമില്ല, ഇവളുടെ പ്രായത്തിലേ ഉണ്ടാക്കും ഞാൻ. ഇത്ര കുഞ്ഞിലെയോ? ഇത്ര ഞാൻ ഇച്ചിരി കൂടെ ഒക്കെ വലുതായിട്ട്. ഞണ്ടോ? അയ്യ, ഇത് നിനക്ക് അറിയാൻ പാടില്ലേ? അപ്പോ അതല്ല, നാത്തോൻ ഉണ്ടാക്കുന്ന എനിക്ക് അറിയില്ലായിരുന്നു, അതാ. പിന്നെ ഞാൻ ഉണ്ടാക്കില്ലേ? ഇതെങ്ങനെ കറി വെക്കണേ? കറി വെക്കണമെന്ന് പറഞ്ഞാൽ സാധാരണ മീൻകറി വെക്കണ പോലെ അങ്ങോട്ട് വെട്ടിപ്പുഴുങ്ങി അങ്ങ് ഉണ്ടാക്കല്ല ചെയ്യണത്. ഞണ്ട് വെക്കുക, കൂന്തൽ വെക്കുക, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 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 കലയത്. അതിനൊരു നാക്കൊക്കെ ഉണ്ട്. അങ്ങനെ ഓടിച്ചത് എളുപ്പമൊന്നും അങ്ങനെ എല്ലാവർക്കും വെക്കാൻ പറ്റില്ല. എന്റെ സംശയം എന്താണെന്നറിയാമോ? ഈ ഞണ്ടിന്റെ ഇങ്ങനെ തോടുണ്ടല്ലോ, അതൊക്കെ പൊളിച്ച് എങ്ങനെ നന്നാക്കും? ഇപ്പൊ എന്താ ഞണ്ടി കിടന്ന് കളിക്കണെന്താ? എങ്ങനെ നന്നാക്കും അത് പറ. ഇതിപ്പോ മരം എങ്ങനെ മുറിക്കും എന്ന് വെച്ചാൽ മരം അടിയിൽ ഇങ്ങനെ വെട്ടണം എന്ന് പറഞ്ഞു തരാനല്ലേ പറ്റുള്ളൂ. അമ്മ, ഈ നണ്ടെന്ന് വെച്ചാൽ 8 കാലി പോലെ ഇരിക്കണല്ലേ? ക്രാബ് അല്ലേ? 8 കാലി അല്ല, ക്രാബ്. കൊറേ കാലില്ലേ? അവള് കണ്ടിട്ടില്ല. അതാ നിന്റെ മോള് കൊണ്ടിട്ടില്ലോ? നണ്ടിനെ കൊണ്ടിട്ടില്ലോ? എന്റെ തക്കളി, നിന്റെ സംശയം ചോദിക്കല് കഴിഞ്ഞോ? ഇനി മാമി ചോദിച്ചോട്ടെ. മമ്മിക്ക് നാളെ പരീക്ഷ ഉണ്ട്. അല്ല, പറ, എന്നിട്ട് അത് എങ്ങനെ നന്നാക്കണേന്ന് പറ. അത് തോടൊക്കെ പൊളിക്കണം. അത് നീ ചെന്ന് അങ്ങനെ ചെയ്താന്ന് ശരിയാവൊന്നുമില്ല. എന്തിനാ ഇപ്പൊ ഞണ്ടിന്റെ കാര്യം അറിഞ്ഞിട്ട്? എന്നാ ഒന്ന് എനിക്ക് കാണിച്ചു തരാം എങ്ങനെ നന്നാക്കണേന്ന്. ഞണ്ട് എവിടെ ഇത്തിരി പോകുന്നൊരു ഞണ്ട് അവിടെ ഉണ്ട്. എവിടെ ഇരിക്കണ്? വീട്ടിൽ. അമ്പടി കള്ളി. അപ്പൊ നീ ഞണ്ട് നന്നാക്കാൻ വേണ്ടി വളഞ്ഞു മൂക്ക പിടിച്ചതാണ് ഈ കണ്ടതല്ലേ? അറിയില്ലെങ്കിൽ എന്തിനാ മോളെ മേടിച്ചത്? അറിയായിരുന്നു. അല്ല, സത്യമായിട്ട് എനിക്ക് അറിയായിരുന്നു. പക്ഷെ അത് ആ ഞണ്ടിന്റെ ഷേപ്പ് അല്ല ഈ ഞണ്ടിന്. ഇത് വേറെ ഏതോ വീട്ടിലെ ഞണ്ട്. വാ, ഇത് കൊണ്ടുവന്ന് വെച്ചിട്ട് അന്ന് വേഗം വാ. എനിക്ക് പണിയുണ്ട്. നിന്റെ ഈ ഞണ്ടിന്റെ പുറകെ നടന്നാ പോരാ. ഞാൻ കണ്ടിട്ടില്ല. ഞണ്ടിനെ കണ്ടിട്ടില്ല ഇത്രയും കാലമായിട്ട്. ഞണ്ടെങ്കി ഞണ്ട്. ഞാനുണ്ടേ. വാന്നിങ്ങോട്ട്. അവിടെ വച്ചേക്കോ ഞാൻ. ഞണ്ടിനെ എടുക്കാൻ അറിയാൻ പാടില്ലാത്ത നീയൊക്കെ. എന്താ? അയ്യോ, പേടിയാണ്. ഞണ്ട് ഇതല്ല, ഇങ്ങനത്തെ അല്ല ഞാൻ കണ്ട ഞണ്ട്. പിന്നെ എങ്ങനത്തെ ഞണ്ട്? ഇങ്ങനത്തെ അല്ലേ ഉള്ളൂ. അല്ല, ഞാൻ മറ്റേ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അപ്പ ഇത് ഞണ്ടാണ്. വയ്ക്കാൻ അറിയാമോ ഞണ്ട്? ഈ പ്രായം തൊട്ട് ഞണ്ട് വയ്ക്കണമെന്നല്ലേ എന്നോട് പറഞ്ഞേ? അത് ഞാനേ അറിയാൻ പാടില്ലേ? അത് അമ്മ എന്ന് വെച്ചപ്പോ ഞാൻ കൂടെ നിന്ന്. പിന്നെ ഇതിപ്പോ എങ്ങനെ ശരിയാക്കൂന്ന് പറ. നിനക്കറിയാമെങ്കിൽ പിന്നെ നീ വെച്ചാ പോരെ. നീ ഇതിന് മേടിക്കാൻ പറഞ്ഞവരോട്. അത് ഞാൻ വിചാരിച്ച ഇങ്ങനത്തെ ഞണ്ടിനെ കൊണ്ടുവരുന്നെന്ന്. ഞാൻ വിചാരിച്ച ഇത് തോടൊക്കെ പൊളിച്ചതായിരിക്കും. അതാ, ഇങ്ങനത്തെ പാടുണ്ടായില്ലല്ലോ. ഞാൻ ഇങ്ങനെ ഇരിക്കണേ. ഇതിപ്പോ കറി വെച്ച് കൊടുത്തില്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താവും. നാത്തൂനെ എന്തെങ്കിലും ചെയ്യും. എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാലേ ഒരെണ്ണത്തിന് എടുത്തു നോക്കട്ടെ ഞാൻ. എടുത്തു. ഞാനൊരെണ്ണത്തിന് എടുത്താ നേരത്തെ. പഠിക്കോ? ഇങ്ങനെ അള്ളി പിടിക്കോ? ഇല്ലല്ലേ? ഇല്ല, ചത്തതാ. കണ്ട, ഇത് ഇങ്ങനെ ഇരിക്കുമ്പോ പേടിയാവുള്ളൂ. ഒരു വടി എടുത്തിട്ടുണ്ടോ? പടിയോ? വേഗം കൊണ്ടാ. ഇതിന് കാണുമ്പോ പേടിയാവില്ല. ഇതിന് എങ്ങനെ കറി വെക്കും? കറി വെക്കണില്ലല്ലോ. ഇത് ഇതിനകത്തുള്ള എന്നെ കൊന്നെടുക്കണ്ടേ? കൊണ്ടുപോവാ. എന്നെ മേത്തോട്ട് ഇടുന്ന എന്തിനാ? ഇതൊരു കാര്യം ചെയ്യാം. ഇതിനകത്തുള്ള ജീവനുള്ള ഞണ്ടിനെ ആദ്യം നമുക്ക് കൊല്ലാം. എങ്ങനെ? നമുക്കൊരു വടിയെടുത്ത് അങ്ങ് തല്ലിക്കൊന്നാലോ? പിന്നെ വടിയെടുത്ത് തല്ലിക്കൊന്ന ഇതൊക്കെ പൊളിഞ്ഞുകൊണ്ട് ഇത് ഈ സാധനമൊക്കെ. ചേട്ടാ, ഈ സാധനമൊക്കെ ഇതെന്താ കളഞ്ഞിട്ട് തരാഞ്ഞ അവര്? അതാണ്. കണ്ണ് മൂക്ക് പോയടി. കണ്ണുണ്ട്. ഇങ്ങനെ നന്നാക്കുന്നു പറ. നീ അതിന് ഉത്തരവാദിത്തം പറയണ്ടായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ ഒരു കാര്യം പറയട്ടെ. നമുക്ക് വലിയൊരു കല്ലെടുത്തിട്ട് ഇങ്ങനെ ഇടിക്കാം. ഇത് പൊളിഞ്ഞു നിൽക്കണം. ഇത് നമ്മള് വിചാരിച്ച പോലെയല്ല. കണ്ട, ഭയങ്കര ശക്തിയാ. കല്ലെടുത്തിടിച്ചാലോ? കല്ലെടുത്തിടിക്കാം. ഇതിനെ അടുത്ത് ഇങ്ങനെ അകത്തോട്ടിട്ട്
ആ ഇത് വെച്ചിടുമ്മേ. ഇത് തുറന്നു പിടിച്ച് കമ്പ് വെച്ച്. ഉണ്ടെന്ന്. അകത്ത് പോയി വാ. നീ ഒരു പണി ചെയ്ത് വെക്കണത്. വാ ഇനി വലിയ കല്ല് അന്വേഷിക്കാം. നീ ഒരു കാര്യം ചെയ്ത, നിന്റെ ഫോണിൽ എന്താണ്ട് സാധനമൊക്കെ ഇല്ല, അതിനകത്ത് ഞണ്ട് കറി വെക്കണ എങ്ങനെയാന്ന് ചോദിക്കും. ഓക്കെ ഓക്കെ അതപ്പ കിണറ്റിൻ്റെ അവിടെ കാക്കയ്ക്ക് എന്നും കിണറ്റിൻ്റെ മുകളിൽ തന്നെ ഒന്ന് ഇരിക്കാവും. തങ്കം തങ്കം ഏയ് ഹലോ തങ്കം വാതിലും തുറന്നിട്ടിട്ട് മേയാൻ പോയായിരിക്കും. എത്ര പറഞ്ഞാലും അറിഞ്ഞൂടാ. വാതിൽ തുറന്നിട്ടിട്ട് തങ്കം വാതിൽ അടിച്ചോണ്ടിരിക്കുകയായിരിക്കും അവിടെ. തങ്കം തങ്കം ജമന്തി ആരുമില്ലേ? ഇതൊരു വല്ലാത്ത സ്മെല്ല്. തങ്കം ജമന്തി